ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ടൈൽസിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാനൊന്ന് പുറത്തു പോയിട്ട് വന്നുള്ളൂ, അതുകൊണ്ടാണ് മുടിയൊക്കെ ഇങ്ങനെ ചപ്പറി ചിപ്പറി ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഓർത്തു ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോ ചെയ്യാൻ ഒത്തിരി വൈകും. വേറൊന്നല്ല, ഒരു കുഞ്ഞൊരു കുക്കിംഗ് വ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു വന്നു. ഞാൻ യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രനോളയാണ് കഴിക്കാറുള്ളത്. ഗ്രനോള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്സ് ഇല്ലേ, ഓട്സിനെ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ അവനിൽ, അല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിൽ, അല്ലാതെ ഓയിൽ ഫ്രൈ അല്ല. ഇനിയിപ്പോ നമ്മള് തവയിലിട്ട് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചാലും അത് കുറച്ചധികം നേരം എടുക്കും തോന്നുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനൊന്നെങ്കിൽ അവനിൽ, അതല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിലാണ് ചെയ്യാറുള്ളത്. ഓട്സ് ഇഷ്ടമില്ലാത്തവർക്ക് ഗ്രനോള കഴിക്കാവുന്നതാ. ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഈ ഓട്സിൽ ചെറിയൊരു കൊഴുപ്പില്ലേ, അത് ഗ്രനോളയിൽ ഉണ്ടാവില്ല. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ, ഓട്സിനെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ ഓട്സ് കുറെ നാള് ഓട്സ് പാലിലിട്ട് കഴിക്കുമായിരുന്നു. അപ്പൊ എനിക്കത് മടുത്തു. അപ്പൊ ഞാൻ വേറെ ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഗ്രനോള കിട്ടിയത്. അത് ഞാൻ യൂഷ്വലി പുറത്തുനിന്നായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ എങ്ങനെ ഗ്രനോള ഉണ്ടാക്കാം എന്നുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടാവോന്ന് അറിയില്ല, എന്നാലും ഒന്ന് കണ്ടു നോക്കും. അപ്പൊ നമുക്ക് ഗ്രനോള എങ്ങനെയാ വീട്ടിൽ ഉണ്ടാക്കണേന്ന് നോക്കിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രനോള ഉണ്ടാക്കാൻ വേണ്ടത് ഓട്സ് ആണ്. പക്ഷെ എന്നാലും ഓട്സ് എന്ന് പറയുമ്പോൾ അത് രണ്ടു തരത്തിലുണ്ട്. റോൾഡ് ഓട്സും ഉണ്ട്, പിന്നെന്താ പറയാ, ഈ സംഭവം ഇൻസ്റ്റന്റ് ഓട്സ്. റോൾഡ് ഓട്സ് ആണ് യൂഷ്വലി യൂസ് ചെയ്യുക. പക്ഷെ ഞാനിപ്പോ തൽക്കാലം എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള അത്രയും ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്, ഓരോരുത്തരുടെ ഇഷ്ടം എത്ര വേണം എന്നുള്ളതൊക്കെ. പിന്നെ നട്ട്സ് ആഡ് ചെയ്യണതും എല്ലാവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇപ്പോ എനിക്കിഷ്ടമുള്ള നട്ട്സ് ഇതാട്ടോ. ഇതിൻ്റെ അകത്ത് കാഷ്യൂ നട്ട് ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്, പിസ്താഷ്യോസ് ഉണ്ട്, പെക്കൻ ഉണ്ട്. പക്ഷെ ഇതിന് പെക്കൻ എന്നാണോ പറയണേന്നുള്ളത് ഐ ഡോണ്ട് നോ. പക്ഷെ എത്രയുണ്ട്, ഒരു ബോൾ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ വന്നതാ, മിക്സ് ആയിട്ട് തന്നെ വന്നതാ. മിക്സ്ഡ് നട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാനിത് കോസ്കോന്ന് വാങ്ങിയതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇത്, പംകിൻ സീഡ്സ്. ഇത് റോ ആയിട്ടുള്ളതും ഉണ്ട്, റോസ്റ്റഡ് ആയിട്ടുള്ളതും ഉണ്ട്. പക്ഷെ ഞാൻ റോ ആയിട്ടുള്ളതാ വാങ്ങിയ. ഇപ്പൊ നമ്മൾ എന്തായാലും റോസ്റ്റ് ചെയ്യാൻ പോവാണല്ലോ, അപ്പൊ വീണ്ടും റോസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഐ ബോട്ട് ദ റോ വൺസ്. പിന്നെ ഇതില് എള്ളുണ്ട്, ഡ്രൈഡ് ക്രാൻബെറീസ് ഉണ്ട്, പിന്നെ നമ്മളുടെ കപ്പലണ്ടി, പിന്നെ കറുത്ത മുന്തിരി. ഇതും ഇടുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ബാർസ് ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് ഗ്രേപ്സ് അല്ല, നമ്മുടെ എന്താ ഇതിന് പറയാ, ഈന്തപ്പഴം ഇല്ലേ, ഈന്തപ്പഴം കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിനെ നമുക്ക് മിക്സറിൽ ഇട്ടിട്ട് അരയ്ക്കാം, നല്ലോണം പേസ്റ്റ് മാതിരി. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ആ പേസ്റ്റ് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പൊ അത് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ബാർസ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ എനിക്കിങ്ങനെ ഗ്രനോള ആയിട്ട് ഉണ്ടാക്കാനാണ് ഇഷ്ടം. പിന്നെ ഉള്ളത് സൺഫ്ലവർ സീഡ്സ്. ഇതും റോ തന്നെയാണ്, റോസ്റ്റഡ് അല്ല. ഒന്നും സോൾട്ടഡ് അല്ല കേട്ടോ, എല്ലാം അൺസോൾട്ടഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇനി എനിക്ക് വേണ്ടത് കോക്കോ പൗഡർ, കുറച്ചൊരു കളർ വരാൻ. നമ്മൾ കോക്കോ പൗഡർ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്സ് വെള്ളയായിട്ട് തന്നെ ഇരിക്കും, അല്ലാണ്ട് വേറൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് ആഡ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഗ്രേറ്റ് വാല്യൂന്റെ വാങ്ങിയത്, ഇത് മാത്രമേ ഞാൻ അവിടെ കണ്ടുള്ളൂ. അപ്പൊ ഇത് ഞാൻ എടുത്തു, വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയതാ. കുറച്ചധികം കളർ ഇടുന്നോട്ടെ, കടയിൽ നിന്ന് വാങ്ങണ ഗ്രനോളയുടെ കളർ ഉണ്ടാവുള്ളൂ. പിന്നെ കാനഡയിലാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം നമുക്ക് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. മേപ്പിൾ സിറപ്പാണ്. ഹണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ എൻ്റെ ഹണി ഇല്ല, അതുകൊണ്ട് ഞാൻ മേപ്പിൾ സിറപ്പ് തന്നെയാണ് യൂസ് ചെയ്യണം. കുറച്ചൊന്ന് മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ ഇത്ര അധികം നമ്മുടെ കയ്യിൽ നട്ട്സും അതൊക്കെ ഉണ്ട്, മധുരം ഉണ്ട്. പക്ഷെ എന്നാലും മധുരം ഇഷ്ടാച്ചാ നമുക്ക് കൂടുതൽ ഇടാം. നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് ഹണീനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം മേപ്പിൾ സിറപ്പ് ആണോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഇല്ലേ, കോക്കനട്ട് ഓയിൽ, അതും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനത് ഇപ്പൊ തൽക്കാലം മിക്സ് ചെയ്യുന്നില്ല.
എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സോറി കേട്ടോ, മിക്സ് ചെയ്യണത് ഞാൻ കുറച്ച് നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് പോയി, അതുകൊണ്ട് ഒന്നും മിണ്ടാഞ്ഞ്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലേ, അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സിൽ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഭയങ്കര ക്രിസ്പി ആയി പോകും. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ മണ്ടത്തരം കാണിച്ചിട്ട് അതിന് ഇതിലിട്ടു, എന്തില്, മറ്റേ സംഭവത്തിലിട്ടു. അതുകൊണ്ട് അത് ശരിയായില്ല. എന്നിട്ട് നമുക്കിനി അവനിലേക്ക് വെക്കാം. ഇത് ഓൾറെഡി പ്രീ ഹീറ്റ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഓഫ് ചെയ്തിട്ട് ഒരു 20 minutes വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ, നമ്മുടെ ഗ്രനോള അവൻ്റെ ഉള്ളിലിരുന്നിട്ട് നല്ല നമുക്ക് ഇവരെ പുറത്തെടുത്ത് നോക്കാം. ഇടയ്ക്കൊന്നും എടുത്ത് നോക്കണം, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നട്ട്സ് ഭയങ്കരമായിട്ട് ചിലപ്പോൾ കരിഞ്ഞു പോകും. അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതാട്ടോ. ഞാൻ കാണിച്ചിട്ടുള്ളതായി മണ്ടത്തരം മുൻപ്. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ നട്ട്സ് ഒക്കെ കറുത്തിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. റെഡി ആയല്ലോ. കാണുന്നുണ്ടോ നമുക്ക്? കണ്ടോ, നല്ല മണം ഉണ്ട് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതൊന്ന് തണുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ഇതിന്റെ ആ ഒരു ക്രിസ്പിനെസ്സിലേക്ക് വരുള്ളൂ. ഇതിപ്പോ അങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരു ക്രിസ്പിനെസ് വന്നിട്ടില്ല. ബട്ട് വി ഹാവ് ടു വെയിറ്റ് ടു. കൊള്ളാം, മേപ്പിൾ സിറപ്പിന്റെ മണമൊക്കെ വരുന്നു നല്ലോണം. ഇതൊന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് തണുത്തതിന് ശേഷം അത് കാണിക്കാം കേട്ടോ. ഇനി കുറച്ചു നേരം ഇരുന്നിട്ടും തണുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിനെ ഒരു 5 minute നേരത്തേക്ക് കൂടെ അവനിൽ വെക്കും. അതും കൂടെ നമുക്കൊന്ന് നോക്കണം. അപ്പൊ ഇത്തിരി നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ഗ്രനോള റെഡി ആയിട്ടുണ്ട്. ഞാൻ ആകെ 5 minute കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് യൂഷ്വലി നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര ക്രിസ്പി ആയിരിക്കും. അത് ഓരോ അവന്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ഇതിപ്പോ വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ വെച്ചിട്ട് ഇത് കറുമുറൂന്ന് ആക്കിയെടുക്കാം. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പാലിൽ ഒഴിച്ചിട്ടല്ലേ കഴിക്കുള്ളൂ. അതുകൊണ്ട് കറുമുറു ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കാം. അതറിയാം, മേപ്പിൾ സിറപ്പില്ലേ, അതിന്റെ ഫ്ലേവറും കൊക്കോ പൗഡറിന്റെ ഫ്ലേവറാണ് ആദ്യം വരിക. നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നല്ല മോശമൊന്നുമില്ല കേട്ടോ പറയാനും. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനകത്ത് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. ഇപ്പം അഭിപ്രായങ്ങൾ പറയണം, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇനി എന്തുട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതെന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് അടുത്ത ചൊവ്വാഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ്. ബൈ.